പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതറിയോ അച്ഛന്? ഞാൻ കേട്ടു. हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव, आई एम महादेव। तो दोस्तों, आज हम देखने वाले हैं संदेशम फिल्म को, जो कि 1991 में रिलीज़ हुई थी। दोस्तों, इस फिल्म में लीड रोल में हैं थिलकन, श्रीनिवासन, जयराम एंड सिद्दीकी। और दोस्तों, इस फिल्म को डायरेक्ट किया है सत्यन अधिगत ने और इस फिल्म को लिखा है श्रीनिवासन ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स वॉच संदेशम। लेट्स वॉच संदेशम। मंदिर से முன்சாமி, ட்ரெயினுக்கு நேரம் ஆச்சுல. ஐயா பேர்ல அர்ச்சனை பண்ண கோயிலுக்கு போயிருந்தாங்க. ஆமா, ஐயா எங்கங்க? வெள்ளையப்ப வீட்டுக்கு. इनका नाम क्या है? திலகன் है? திலகன். உங்க அன்புக்கும் பாசத்துக்கு நான் எவ்வளவு கடமைப்பட்டிருக்கேன். ஊரை விட்டு ஊரு வந்தவன். छोड़ के जा रहा है இருக்கும். வரேம்மா. சரி. வரேன். சரிங்க. ஆபீசர் ராவன். நீங்க வேலையை விட்டு போனா கூட அடிக்கடி இங்க வரலாமே. வரேன், கண்டிப்பா வர்றேன். போயிட்டு வரட்டுமா? சரி, வரட்டுமா? வாங்க. நிஜமா தான் சொல்றேன், எனக்கு இந்த ஊரை விட்டு போறதுக்கு மனசு. अच्छा स्टेशन मास्टर था। அப்படி எல்லாம் சொல்லாதீங்க. நான் சாதாரண மனிதன். 30 வருஷம் தமிழ்நாட்டில் வேலை பார்த்தேன். இப்போ ரிட்டையர் ஆகி ஊருக்கு போக போறேன். रिटायर हो गया। मुर्गा पकड़ रहा है। ഇതെന്താ പുഷ്പകവുമാനോ? ആകാശത്ത് ഇറങ്ങണില്ലല്ലോ. ഇത് ഞാനാ വിളിക്കണ. എന്നെ എനിക്ക് ശരിക്കും गोबर फेंक रहा है? अच्छा, पत्थर उठाना चाहता वो। हाँ, उससे पानी गिरा दिया। സമയമില്ലല്ലോ. क्या क्या गिराया? അയ്യോ, അതിനൊന്നും ഇനി നേരമില്ല. എന്നാൽ അങ്ങനെ തന്നെ उसका इंतजार कर रहे हैं, वो आने वाला शायद। ഇതാ കോഴി उसी के घर हो गया ना। ये पकड़ लिया, उसको बनाएंगे वो मुर्गा। तो पकड़ लेता हूँ। മോളെ എന്റെ കൈ വിട്. എന്റെ മുണ്ട്. മതി, മുണ്ടൊന്നും വേണ്ട. മുണ്ടില്ലാതെ ഇപ്പൊ തന്നെ നേരെ എത്ര. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആരും കാണാൻ അച്ഛൻ എന്തുമാത്രം സങ്കടപ്പെട്ടു. പിന്നെ മൂപ്പർക്ക് എന്താ സ്വന്തം വീട്ടിൽ വഴിയതില്ലേ? കാരണല്ല, കോഴി കാരണം ഞാൻ അവരൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഞാൻ കോഴി. നീ കോഴിയോ? കത്ത് ഒക്കെ കെട്ടി. അതിങ്ങോട്ട് വിട്ടു അവന് രാഘവട്ടം പോട്ട് വിശ്രമിക്കും. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ സൂക്ഷിച്ചോളാം. आशी के भाई के साथ लेकिन इसकी लाइफ होगी। മോളെ പിടിച്ചു വെച്ചോളൂ. काटने जा रहा है मुर्गे को। അച്ഛേ, വാ നമുക്ക് പോവാം. എങ്ങടാ? വണ്ടിയിൽ ഇരുന്നപ്പം വിചാരിച്ച എത്തിയ ഉടനെ ആ കോരപ്പുറത്തെ കുളത്തത് മുങ്ങിക്കുളി. എന്തൊരു സ്നേഹമുള്ളവനാണെന്നറിയോ? ഞാൻ എന്റെ വലുതേ നീട്ടിയ അവനറിയാം എന്തിനാണെന്ന്. ഇടതേ നീട്ടിയാലും അവൻ എവിടേക്കാ? കുളിക്കാൻ. ഓ, പറഞ്ഞ മാതിരി.
അച്ചു കോഴി. രാവിലെ തൊട്ട് നിന്റെ പിന്നാലെ छोड़ दे നടക്കണം. वीडियो പ്രാവശ്യത്തെ മഴയിലെ മഴ 51-ലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇത്രയും വീരശൂര പരാക്രമിയായിട്ടൊരു മഴ ഉണ്ടായിട്ടില്ല. അങ്ങെല്ലാം പറമ്പ് അങ്ങനെയുണ്ട്. പണി മുടങ്ങുന്ന രാഘവട്ടം വന്നിട്ട് മതിയെന്നല്ലേ പറഞ്ഞിരുന്നത്. അല്ല, നീ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാറില്ലേ? നോക്കാറുണ്ട്. എന്താ ഈ പറമ്പ് മേടിക്കാൻ വേണ്ടി രാഘവട്ടം ധൈര്യമായിട്ടിരിക്കുകയും മണ്ണ് മനുഷ്യനെ ചതിച്ചായിട്ടുള്ള ചരിത്രം ഒന്നും വരെ ഉണ്ടായിട്ടില്ല. ആ, അങ്ങനെ വിശ്വസിക്കാം. എന്നാലും കഴിഞ്ഞ 30 വർഷം വന്നിട്ട് തീവ്ര ശബ്ദം ഉണ്ടാക്കാം. തീവണ്ടി നിനക്കെന്തറിയാം? എന്താ വല്ല രക്തബന്ധം മുടിപ്പുണ്ടിലേക്ക് വരിക. M2 ഡൗൺ. പാളം തെറ്റിക്കിടക്ക. ഞാനപ്പോ ഡ്യൂട്ടിയിലല്ലേ, വെറുതെ ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങി. ഫാക്ടറി പണിയും കഴിഞ്ഞ് വരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് വണ്ടിക്കകത്ത്. പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിക്കാൻ പോയില്ല. ഷർട്ട് അങ്ങോട്ട് വലിച്ചു ഊരി തീപ്പെട്ടി. स्पॉन बनाया गया है തമിഴ് പടത്തിൽ പച്ചവിളക്ക് ശിവാജി ഗണേശൻ ഇതുപോലെ തന്നെ ഷർട്ട് കത്തിച്ച് വണ്ടി നിർത്തുന്നുണ്ട്. രാഘവേട്ട ആ പടം കണ്ടിട്ടുണ്ടല്ലേ? പടത്തിലെ കാര്യമല്ല ഞാൻ. greatest figures in the world's history. He was अब रिटायर हो गया आराम से घर पे ഇരിക്കട്ടെ. നീയല്ലേ പറഞ്ഞ പ്രശാന്തനും ഒന്നും പഠിക്കുന്നില്ലെന്ന്. കുട്ടികളെ വെറുതെ കുറ്റം പറയല്ലേ പാനു. എത്ര അരുമയായിട്ടും അറിയാൻ, ചെറുപ്പത്തിലെ മുതൽ അവന് നല്ല മൂളയാ. at चाहिए इसके बच्चे Allahabad. When not quite 15, he went हैं और ये चला रखा उसने ओ पढ़ नहीं रहा हो जबकि अच्छा हाँ मुझे लगा ही पढ़ रहा है ദേ, എന്റെ പുറകെ वीडियो को बना रहा है നിൽക്കുന്ന पागल ഏ വെള്ളേ रिकॉर्ड करके लगा रखा വെള്ളയപ്പൻ. पागल लग रहा पढ़ रहा है ഇനി അപ്പന്മാരല്ല, ചാമിമാരാ. ഇത് പളനിച്ചാമി, ഇത് മുനിച്ചാമി, ഇത് വീരാച്ചാമി. ഇത്തിരി കൊള്ളാവുന്ന പേരുള്ള ശാതം മതി. അല്ലെങ്കിൽ വേണ്ട പുളിയോദര. അവക്കതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പഠിച്ചില്ലേ മോളെ? അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാ? വിഷാദമാക്കിക്കൊള്ളു. അങ്ങനെയല്ല പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ബാനു. അവിടെ ആയിരുന്നപ്പോ അവിടുത്തെ ഭക്ഷണം, ഇനി ഇവിടെയല്ലേ? വാഴപ്പഴമൊക്കെ ഇവിടെയുണ്ട്. 33 കൊല്ലം തമിഴ്നാട്ടിൽ കഴിച്ചു കൂട്ടിയോനല്ലേ ഞാൻ. അതിനെന്താ, 5-8 കൊല്ലം ഞാനും ഉണ്ടായിരുന്നില്ല. എനിക്ക് പിള്ളേരുടെ കാര്യം ആലോചിക്കുമ്പോഴാ സമാധാനം കിട്ടാത്തത്. പ്രഭാകരനും പ്രകാശനും മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനം. ആരറിയും? ചില വോട്ടർമാർ കണ്ടാൽ സലാം വെക്കും, അത്ര തന്നെ. അതേസമയം ഒരു പൊതുപ്രവർത്തകന്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് മക്കൾക്ക് പറ്റിയ അച്ഛൻ തന്നെ. ഒരുത്തനെ LLB വരെ പഠിപ്പിച്ചു, അവൻ കോടതി പോണില്ല. മറ്റവൻ BSc പാസ്. वो जो बच्चा था वहाँ अंदर पता नहीं നിസ്സാര कैसे കാര്യത്തിൽ बच्चे വേവലാതി പിടിക്കും. ഞാനേ നല്ല इसके दो നിമ്മതിയായിട്ട് बेटे हैं। ഇനിയുള്ള കാലം കഴിയാൻ വന്നതാ. प्रभाकर, മക്കളെ एक കുറ്റം പറഞ്ഞ് നീ ने എന്റെ लॉ നിമ്മതി. किया हुआ है, एक ने शायद BSc की हुई है. वो शायद उनकी बेटी का लड़का हो सकता है. ഹലോ, ആരാ? സബ് ഇൻസ്പെക്ടർ ആനന്ദൻ സ്പീക്കിംഗ്. अच्छा पार्टी मेंबर को मारा इसने. ഞാൻ क्या क्या वीडियो കാലൻ. था എല്ലാം ആനന്ദേട്ടൻ വരുത്തി വെച്ചല്ലേ? സർക്കാർ മാറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? RDP-ക്കാര് പറഞ്ഞു നാളെ ഒരു പിള്ളേരെ സ്കൂളിൽ അയക്കണ്ട. अपने बच्चे के बाद भेजो है. ഞാൻ ജീവിച്ചിരിപ്പ डरियो और इतना डर रहा हो पुलिस वालों के. ये तो वही आ गया. अच्छा അച്ഛനോ? പിന്നെ അച്ഛനെ इसके വാടകയ്ക്ക് पापा കിട്ടുമോ? है वो. എന്തായാലും നിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ. कहने इसके 2 നീ बेटे വലിയ हैं. ആളായി പോയല്ലേ. അയ്യോ, അച്ഛൻ വന്ന കാര്യമൊക്കെ രാഷ്ട്രീയ ഗുണ്ടകൾ. അച്ഛന്റെ മോൻ പ്രകാശന്റെ പാർട്ടിയിൽപ്പെട്ട ഗുണ്ടകളാ. അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ इसके बेटे എന്റെ കഷ്ടകാലത്തിന് बेटा ിരിക്കുന്ന പാർട്ടി പറയുമ്പോ ചെയ്യാതിരിക്കാനും इसका बेटा एक पार्टी में പ്രകാശൻ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാണ്ട് വലിയ നേതാവൊക്കെയാണെന്ന് പറയുന്ന കേട്ടല്ലോ. जो धमकी दे रहे थे उस पार्टी में इसका बेटा. കയറിയിരുന്നാട്ടെ. अब दिखाएंगे शायद. यही बाबा ये पार्टी लीडर है, पार्टी के कार्यकर्ता.
अच्छा ये है इसमें, यही हो सकता है इसका बेटा। कैसे हो गया उनका हालत? ഇങ്ങോട്ട് ലോറിയുടെ കാര്യം നമുക്ക് വൈകുന്നേരം സെറ്റിൽ ചെയ്യാം ഇങ്ങോട്ട് ലോറിയിൽ ഒറ്റ നിപ്പായിരുന്നേ 800 किलोमीटर है। വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ ഒക്കെ ready. എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിനാണ് ശരി ശരി ജയ് ഹിന്ദ് ജയ് ഹിന്ദ് പൂഴി വാരി എറിഞ്ഞ നിലത്ത് വീഴാത്തത്ര ജനക്കൂട്ടം കതറിന്റെ ഒരു കടലല്ലേ തിരുവനന്തപുരത്ത് ഇളകി മറിഞ്ഞത് അമ്മേ എല്ലാം ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു മുൻവശത്തോ? അതെ മുൻവശത്ത് ഏറ്റവും മുമ്പിൽ ഞങ്ങൾ 31 പേരായിരുന്നു ഒരു വരിയിൽ 31 കസ वहाँ की तारीफ कर रहा है। ഒരുപാട് രസങ്ങളൊക്കെ പറയാനുണ്ട് വിശന്നിട്ട് വയ്യമ്മേ കാര്യമായിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ പറ്റും इसे पता नहीं पापा आ गए। അമ്മയുടെ മൂത്ത മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇലക്ഷന് തോറ്റ് തുന്നമ്പാടി ഒരു സഖാവ് മൂപ്പരെവിടെ അകാലത്തിൽ അന്തരിച്ചതിനുള്ള ഒരു അനുശോചനം उसके बाद दूसरी രേഖപ്പെടുത്തുക पार्टी में। अच्छा പ്രകാശ, നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരവും ഇവിടെ വേണ്ട. ഒന്നും അല്ലെങ്കിൽ अच्छा इसके बड़ा भाई हो। പറയണ കേട്ടു. ഓഹോ എന്നാൽ എനിക്ക് സന്തോഷമായി ഈ അവസ്ഥയെ തന്നെ വേണം എനിക്ക് മൂപ്പര് നേരിട്ട് കാണാൻ അമ്മയ്ക്കറിയോ ഈ ഇലക്ഷന്റെ ഇടയ്ക്ക് अभी रात को वो भी आएगा। हैं? ദേഹത്തിൽ വെള്ളം ചൂടാക്കിയടി മേലാകാശ വേദന അങ്ങോട്ടും ഇങ്ങോട്ടും കാറിലൊരു ഒറ്റ ഇരിപ്പ് सब झूठ बोल रहा है। कार में कह रहा कार में വെള്ളം आएगा। ചൂടാക്കി സത്യപ്രതിജ്ഞ നടക്കുന്ന ഹാൾ ഞാനത് കോരിത്തെറിച്ചു പോയി നമ്മുടെ മാനങ്കര മണ്ഡലത്തിലെ ഇപ്രാവശ്യം 7000 വോട്ടാ പാർട്ടിക്ക് കൂടുതൽ അതിന്റെ പിന്നിൽ എന്റെ ശക്തമായ എന്നൊക്കെ പ്രകാശേട്ടൻ പറഞ്ഞില്ലേ? അതിന് ഹാളിന് മുമ്പിലിരുന്ന പ്രകാശേട്ടൻ ആ ചടങ്ങ് കോമ്പൗണ്ടിലുള്ള ടിവിയിൽ ഭവന്റെ ഗേറ്റ് കടക്കാൻ പറ്റുമോ? നീ കുറെ കൂടുന്നുണ്ട്. പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിന്നെ പറഞ്ഞു സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ രാജ്യത്ത് ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു മുഖ്യമന്ത്രി ऐसे छोटा मोटा वो है ये वर्कर पार्टी में। റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അത്രേ. എന്ത് റവല്യൂഷണറി, എന്ത് ഡെമോക്രസി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. तालिबान काम करते हैं। अच्छा ये इनका नेता। പിന്നെ ഞങ്ങളുടെ കൂടെ വർഗീയ പാർട്ടികൾ ഉണ്ടെന്ന് RDPക്കാർ ആരോപിക്കുന്നുണ്ട്. അത് തെറ്റാണ് സുഹൃത്തുക്കളെ. പിന്നെ വർഗീയ പാർട്ടി ഇല്ലെന്ന് പറഞ്ഞുകൂടാ. RDPയുടെ കൂടെ ഉള്ളത് മുഴുവൻ വർഗീയ പാർട്ടികളാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ അഴിമതിക്കാർ അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ പാവപ്പെട്ട മുതലാളിമാരെ ചീത്ത ओ ये इसका भाई ना। ആളുകൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സുഹൃത്തുക്കളെ. ഈ തെരഞ്ഞെടുപ്പിൽ INS ജയിക്കുകയാണെങ്കിൽ അവരവരുടെ പാതി വീശെടുത്ത് കവലയിലൂടെ നടക്കും എന്ന് ഞാൻ ആജ്ഞാപിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. हैं? इनकी पार्टी कैसी है? अच्छा मेंशन कर അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളി. अच्छा इसने ऐसा बोला था ना। अगर वो जीत गए तो आधी मूछ रखेगा। ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തോ फेक promises। ചോദിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എല്ലാ ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ, എല്ലാം തീർന്നില്ല. Actor ला തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ, പിന്നെ എവിടുന്നാ കാശ്? എന്റെ അനുജനുണ്ടല്ലോ, अजय जी भाई के लिए बोल रहा था पर हम हंस रहा था। പറ്റു കോട്ടപ്പള്ളി. അതെ, തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. सब झूठ झूठ പേര് പറയട്ടെ എന്റെ ഒരു इसलिए जरा मैं दे रहा था स्पीच जो कि वहाँ खड़े के ताली बजा रहा था। ഞാൻ കണ്ടു എന്ന് മനസ്സിലായി. अब इसका भाई बता देगा सच्चाई। എവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു. പിന്നെ ആളുടെ പൊടി പോലും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോനെ. അച്ഛാ ഈ നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരായിരുന്നു. നന്നായിരിക്കും. ഈ കവർ കിട്ടുകൊണ്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് കയറി ചെന്നാലേ വളരെ നന്നായിരിക്കും. പ്രവേട്ടൻ भाई വരുന്നുണ്ട്. दिखाई दे रहा। എവിടെ? अच्छा आए नहीं हो साथ में।
अब आ रहा है ओके എവിടെയായിരുന്നു പ്രഭേ ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ सब ചമ്മൽ हमारे മാറിയിട്ടില്ല. परेशान मत വിളിക്കുന്നു. മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ. അനുജൻ അവനെന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീശയുടെ കാര്യോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമ്മതമല്ല. നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എണീറ്റ് വാ. अब जाएगा कि नहीं जाएगा എന്തോ നാടാ ഇത് നിങ്ങൾ തമ്മിൽ ഇരുന്നൂണ് കഴിക്കും. ചോറ് ഇത്തിരി കൂടുതൽ വിളമ്പിക്കും. മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. അമ്മേ എന്തായാലും പറയാ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ആരും അത്ര നകളിക്കൊന്നും വേണ്ട. IMF നമ്മളെയൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിനാ? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ പണയം വെച്ചില്ലേ? അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതറിയോ അച്ഛന്? ഞാൻ കേട്ടു. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിനാ. പ്രകാശ, അമ്മയൊന്നും ഉണ്ടായിരുന്നു. झगड़ा करने लग गए ഒരു പാവ ഗവൺമെന്റ് ഗവൺമെന്റ് politics की बातें कर रहे हैं। മറ്റൊന്നല്ല സംഭവിച്ചത്. और की बात ही नहीं कर रहे हो। പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ उसके पापे परेशान हो गए ചോദിക്ക്, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവ് നീ ഒരക്ഷരം മിണ്ടരുത്. എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയത് പറയിപ്പിച്ചില്ലേ? ഇനി മിണ്ടിപ്പോയി ഞാൻ ഊണ് കഴിക്കാം. വേണ്ട അച്ഛാ, ശരിയാവില്ല. छोड़ दे उसने खाना उसने तो खा लिया दूसरे ने ये लोग घर में भी वही सब बातें कर रहे हैं पॉलिटिक्स की ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എനിക്കും അതില്ലെന്ന് കൂട്ടിക്കോ. പക്ഷെ ഞാനും നീയുമായിട്ടൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ലോകം ഒരുപാട് കണ്ടവനാ. ഒന്നും പറഞ്ഞ് ഇവിടെ രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടിയ പൂലൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ. ഓ, എടീ, ഇനിയുള്ള കാലം നമ്മൾ മക്കളെല്ലാം പെരിയവരാകും. और बच्चों वो गर्व हो रहा है उसे എന്താണ് അത്ര വൈകിയത്? വൈകിപ്പോയി മാഷെ. जो उनका ही पोता शायद वही लड़का है ना അല്ല, വരുന്ന വഴിക്ക് എന്നെ ഒരു പശു കുത്താൻ വന്നു ടീച്ചർ. സൈലൻസ്. ഈ കുട്ടികളെ ഒന്നും പശു കുത്താൻ വന്നില്ലല്ലോ. ये भी झूठ बोलता है एंगर കറണ്ട് ഇല്ലാത്തോണ്ട് ഹോംവർക്ക് ചെയ്തില്ല ടീച്ചർ. अच्छा झूठ बोल रहा है നിന്നെ ഞാൻ हाथ पकड़ लिया टीचर का ിലേക്ക് പോയാ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ തന്നെ ഹെഡ് മാസ്റ്ററോട് പറയേണ്ടി വരും. ഇന്നെന്താ കംപ്ലൈന്റ്? ഞാനൊന്ന് അടിക്കാൻ ഓങ്ങിയപ്പോ അവൻ എന്റെ കൈക്ക് കയറി പിടുത്തം. മോനെ പഠിപ്പിക്കണ വേണ്ടെന്ന് അവര് തീരുമാനിക്കട്ടെ. പോട്ടെ ടീച്ചർ, അതൊന്നും അത്ര കാര്യാക്കണ്ട. കുട്ടികളാകുമ്പോ കുറച്ച് വികൃതിക്ക് ഉണ്ടാവും. നമുക്ക് മക്കളില്ലാത്തോണ്ടാ തന്നു. അത് സ്കൂളിലായി പോയി എന്ന് മാത്രം. അപ്പോഴേക്കും വിഷമായ ഒരു തമാശ പറയാൻ കൂടി പറ്റില്ല. കഷ്ടാണ്. इसकी वाइफ है क्या? नहीं 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 हाँ ये उसकी वाइफ. अच्छा लो, ये कोई उनके नहीं। घर में आ रखा था मतलब आ रखा था ऐसे അച്ഛനോ? ഞാൻ സർപ്പങ്ങൾ ഇങ്ങനെ പേടിച്ചുള്ളൊരു ജീവിതം നിനക്ക് വേണോ? വക്കീൽ ഭാഗം പഠിച്ചിട്ട് നീ എന്താ കോടതി പോവാത്തെ? കോടതി പോവാം. കേസ് ജയിക്കാനൊക്കെ നല്ല മിടുക്ക് വേണ്ടേ? നീ ലോ പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കാണെന്നാ ഞാൻ കരുതിയത്. അല്ല, ഇത് ഞങ്ങളുടെ താത്വിക ഭയങ്കര പ്രശ്നമാണ് അച്ഛാ. എന്ത് പ്രശ്നം? സമരത്തിന് പോണം, അടിപിടിക്ക് പോണം, അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും. ബുദ്ധിജീവിയാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലയാണോ? അതായത് മനുഷ്യന്റെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്?
സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമേ നടന്നിട്ടുള്ളൂ. യൂട്ടോപ്യൻ യുഗത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. റിവിഷനിസ്റ്റുകൾ. അച്ഛൻ സംശയം വെക്കണ്ട. ഞാൻ കുറച്ച് പുസ്തകം തരാം കേട്ടോ. ये क्यों आ गया? क्या आदमी? പ്രസിഡന്റ് ഈ ചൂട്ട് എന്താ ചെയ്യണ്ടേ? दोस्त है ना? ചൂട്ട് നീ കുറേശ്ശെ തിന്നോ. കുത്തി കിടത്തടായി. ഒരു ചൂട്ട് എന്തേന്ന് അറിഞ്ഞു. പ്രത്യേകിച്ച് മാനങ്കര മണ്ഡലത്തിൽ ഒരു വോട്ടർ. നമ്മുടെ പേരെന്താണ്? രാഘവൻ നായരുന്നാ. മിസ്റ്റർ രാഘവൻ നായർ. ഈ പയ്യനുണ്ടല്ലോ KRP. तारीफ कर रहा। എന്താണാവോ? INSPയുടെ ഭാരതയാത്രാ ഫണ്ടിനുള്ള പണപ്പിരിവ് ഉടൻ തുടങ്ങിയ അത് collect करने के लिए आ रहे हैं। 5000 ജോയിന്റ് സെക്രട്ടറി യശ്വന്ത് സഹായിജി. ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ കുറെ കാലം തമിഴ്നാട്ടിലായിരുന്നല്ലോ. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ജീവിക്കുന്ന അഭിവന്ദനായ സഹായിജി ഈ മാനങ്കരയിലും ഒരു ദിവസം തങ്ങുന്നുണ്ട്. അന്നേ ദിവസം അദ്ദേഹത്തിനുള്ള ലഞ്ച് ഈ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കും. അച്ഛാ അങ്ങനെ വല്ല വീട്ടിൽ നിന്ന് ഉണ്ണുന്ന ആളല്ല സഹായിജി. അല്ല പിന്നെ സഹായിജി ഇവിടുന്ന് ഉണ്ണണേ ദൈവത്തോട് പ്രാർത്ഥിച്ചു. कितना चला 5-10 हज़ार से। इसी बैग में क्या है? KRP പൊളിറ്റിക്കൽ സർക്കിളിൽ ഞാൻ പറയപ്പെടുന്നത് അങ്ങനെയാ. കോട്ടപ്പള്ളി രാഘവൻ നായർ अच्छा പ്രകാരം. कोटा അതാണ് पुलिस KRP. राधवन। അയ്യേ. सबके जॉब का नाम AKG, बदल। എല്ലാം 3 അക്ഷരല്ലേ? ഞാൻ KRP 3 അക്ഷരം. ഓ അതാണല്ലേ. ഓ അതാണോ? അച്ഛാ അളിയൻ ചേട്ടന്റെ കൂടെ കൂട്ടുകൂടി ഞങ്ങളുടെ പാർട്ടിക്കാരെ മുഴുവൻ തല്ലിച്ചതച്ചു. ഇങ്ങനെ വല്ല സഹായം ചെയ്താൽ അതെന്റെ പൊളിറ്റിക്കൽ കരിയറിനെ മുഴുവൻ ബാധിക്കും. അച്ഛൻ വേറെ എന്തുകൊണ്ടും പറഞ്ഞോ. 6 മാസം കൊണ്ട് ഞങ്ങളുടെ മന്ത്രിസഭ ജോലിക്കും പോകുന്നില്ലോ എന്നാ എന്റെ വിഷമം. എന്റെ കാര്യം അച്ഛൻ വിട്ടേക്ക്. അച്ഛാ ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം